അപ്സ്റ്റോക്കിൽ എങ്ങനെയാണ് ഒരു ഡിമാർട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, അതാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ആൻഡ് ഓൾസോ വെറും 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കൊരു ഡിമാർട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് കൊടുത്ത് നേരെ ഈ ഒരു പേജിലേക്കായിരിക്കും നിങ്ങൾ ഇവിടെ എത്തുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്, ഡയറക്ട്ലി നിങ്ങൾ ഇവിടെ ഈ ഒരു നമ്പർ, അതായത് നിങ്ങളുടെ പാൻ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ നിങ്ങൾ ഇവിടെ കൊടുക്കുക. ലോഗിൻ ചെയ്യാനായിട്ട് ഓപ്പൺ ഫ്രീ ഡിമാർട്ട് അക്കൗണ്ട് നേരെ അത് കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ OTP വരുന്നതായിരിക്കും. OTP വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ OTP ഞാനിവിടെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് അടുത്തൊരു പേജിലേക്ക് പോകുന്നു. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ. നമുക്ക് നമ്മളുടെ മെയിൽ ID നമ്മൾ ഇതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ മെയിൽ ID നമുക്ക് തന്നെയായിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ആ ഒരു OTP കിട്ടുകയും നമ്മൾ അത് നേരെ ചെയ്യുക. ഇനി അടുത്തത് മാഷോ സ്റ്റാറ്റസ് എന്താണ്, മാരിഡ് ഓർ സിംഗിൾ കറന്റ് കൊടുക്കുന്നു. ട്രേഡിംഗ് എക്സ്പീരിയൻസ് എത്രയാണ്, >1 year എന്ന് ഞാൻ കൊടുക്കുന്നു. ടോട്ടലി ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. 1-2 വർഷമായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഇല്ലെങ്കിൽ 2 years നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്യുപ്പേഷൻ പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, ഗവൺമെന്റ് സർവീസ് ഉണ്ട്, പബ്ലിക് എന്താണോ നിങ്ങളുള്ളത് നിങ്ങൾക്ക് അത് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ആനുവൽ ഇൻകം ബിലോ 1 lakh ഞാനിവിടെ കറന്റ് കൊടുക്കുകയാണ്. ദെൻ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ വായിച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് വിടുക. അടുത്തത് നമുക്ക് നമ്മളുടെ പാൻ നമ്പർ നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കേണ്ടതായിട്ട്, ആൻഡ് ഓൾസോ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്തും. അപ്പൊ പാൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഞാനിവിടെ കറന്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ പേര് എന്താണ്, നമ്മുടെ അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെക്ക് ചെയ്ത് കറന്റ് വിടേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു സെൽഫി എടുക്കുക. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സെൽഫി വെരിഫിക്കേഷന് വേണ്ടിയാണ് ഇത്. അപ്പൊ നമ്മളിത് നേരെ കൊടുക്കുക, കറന്റ് ടേക്ക് ഫോട്ടോ കൊടുത്തിട്ട് നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്ത് വിടുക. അപ്പൊ നമ്മൾ ആ ഒരു സെൽഫി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടി തന്നെയാണ്. അടുത്ത നമുക്ക് ബാങ്ക് വെരിഫിക്കേഷൻ ഉണ്ട്. അത് 2 രീതി ചെയ്യാം. നമുക്ക് മാനുവലി നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് UPI വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ UPI വഴി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തേക്കാണ് ഇവിടെ. അടുത്ത നമുക്ക് എന്താ ചെയ്യേണ്ടത്, വളരെ എളുപ്പമാണ്. നമ്മുടെ UPI, ഫോൺ പേ, ഗൂഗിൾ പേ എന്താണോ അല്ല Paytm, ഇതുവരെ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് സ്കാൻ ചെയ്യുക. എന്നിട്ട് ഏത് ബാങ്ക് അക്കൗണ്ട് ആണോ നിങ്ങൾ ലിങ്ക് ചെയ്യാനായിട്ട് നോക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ട് ത്രൂ നിങ്ങൾ ഇത് ചെയ്തേക്കുക. ജസ്റ്റ് ലൈക്ക് ₹1 മാത്രമാണ് നമ്മളിത് പേ ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സിന് വേണ്ടിയാണ്. പെട്ടെന്ന് ചെയ്യുക, ₹1 ഇവിടെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് ഡീറ്റെയിൽസ് അപ്പൊ വരും. നമ്മളത് കൺഫേം ചെയ്യുക അത് തന്നെയാണോ എന്നുള്ളത്. ബാക്കി നേരെ ഇതെല്ലാം നമ്മൾ കൺഫേം ചെയ്ത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ അത് കൺഫേം ചെയ്ത് വിടേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്തത് നിങ്ങളുടെ ഒരു സിഗ്നേച്ചറിന്റെ ആവശ്യമുണ്ട് ഇവിടെ. ഈ ഒരു സിഗ്നേച്ചർ നിങ്ങൾക്ക് ഇവിടെ ഇടാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഒരു സിഗ്നേച്ചറിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ കറന്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് വിടുകയാണ്. ദെൻ ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, സോ മ്യൂച്വൽ ഫണ്ട്സ്, ഇക്വിറ്റീസ്, ഇതിൽ ഏതൊക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കറന്റ് ചോദിക്കുന്നത്. എല്ലാം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണം. നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇക്വിറ്റിയിൽ മാത്രം ചെയ്താൽ പോരാ, ബാക്കിയുള്ള എല്ലാത്തിലും നിങ്ങൾ ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഒരു OTP, നമ്മുടെ ബാങ്ക് ലിങ്ക് ചെയ്യാനായിട്ടുള്ള അടുത്തൊരു OTP കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു OTP നമ്മൾ കറന്റ് നേരെ കറക്റ്റായിട്ട് OTP കൊടുത്തു കൊടുക്കുക. ബാങ്ക് ഡീറ്റെയിൽസ് ഇതിൽ ഫെച്ച് ആകുന്നതായിരിക്കും. നമ്മൾ പിന്നെ ബാങ്കും ഇതിൽ തമ്മിൽ ഇത് ഡേറ്റാസ് ഇത് ഫെച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മളിത് അപ്രൂവൽ കറന്റ് കൊടുക്കുകയാണ്. അപ്പൊ ബാങ്ക് വെരിഫിക്കേഷൻ അവിടെ കറന്റ് അങ്ങ് നടന്നു പൊക്കോളും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ വരുന്നത് നോമിനിയെ ആഡ് ചെയ്യാനായിട്ടാണ്. നമ്മൾ ഇപ്പം നോമിനിയെ ഓപ്റ്റ് ചെയ്യുന്നില്ല, ഓപ്റ്റ് ഔട്ട് കൊടുക്കുകയാണ്. പിന്നീട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അടുത്ത എന്താ, നമുക്ക് ഇതൊരു ആധാർ വെരിഫിക്കേഷൻ, ഇതാണ് ഫൈനൽ സ്റ്റേജ് എന്നുള്ളത്. ആധാർ വെരിഫിക്കേഷൻ കൂടെയുണ്ട്. സൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നേരെ സൈൻ ചെയ്യാം. അതിന് നമുക്ക് ആധാർ നമ്പരും നമ്മളുടെ OTP നമുക്ക് ഇതെല്ലാം വേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നേരെ പോകും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആധാർ നമ്പർ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക, ഐ എഗ്രി എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് OTP വരുന്നതായിരിക്കും നമ്മളുടെ ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ, അതായത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക്. ഈ ഒരു OTP നമുക്ക് ഇവിടെ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 98% 95% നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ അപ്സ്റ്റോക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ്. ഇത് 3-4 ദിവസത്തിനകം നമ്മളുടെ അക്കൗണ്ട് റെഡി ആകും എന്നാണ് ഇവിടെ പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ വീഡിയോസ്. ഇത്ര വളരെ സിമ്പിൾ ആണ് ഒരു ഡിമാർട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ.